ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്ന് തോന്നേ, ഞാൻ ഫിലാഡൽഫിയ പോയി ധ്യാനിപ്പിച്ചപ്പോൾ ആ ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു പാലക്കാരൻ ജോർജ് അച്ഛൻ്റെ പള്ളിയിലാണ് ധ്യാനിപ്പിക്കുന്നത്. അവിടെ ലാറ്റിനിൽ ഒരു അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ട്രിവാൻഡ്രം രൂപതയെന്ന്. ആ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ എന്ത് നല്ല ധ്യാനമാണ് ഈ ഉടമ്പടി. ചിക്കാഗോയിൽ നിന്ന് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. എന്തൊരു നല്ല ധ്യാനമാണിത്. ഞങ്ങളുടെ അപ്പം ചിക്കാഗോയിൽ ഞാൻ ധ്യാനം നടത്തിയിട്ടാണ് ഫിലാഡൽഫിയയിൽ വന്നത്. ഫിലാഡൽഫിയയിൽ അച്ഛൻ വന്ന് സഹായിച്ച്. അപ്പം അച്ഛൻ പറഞ്ഞ്, ധ്യാനം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛാ എന്ത് 2 ധ്യാനം കഴിഞ്ഞപ്പോഴായിരുന്നു പറഞ്ഞ്, എന്തൊരു നല്ല തങ്കപ്പെട്ട ധ്യാനമായത്, എന്തൊരു അഭിഷേകമാണ് ആൾക്കാർക്ക്, എന്തൊരു മാറ്റമാണ്. പിന്നെ എൻ്റെ ഫോളോ അപ്പ് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. അപ്പം ഞാൻ അച്ഛാ ചിന്തിച്ചത്, പുള്ളിക്കാരൻ പറയും, ഞാൻ ചിന്തിച്ചത്, ദൈവമേ 10 സായിപ്പന്മാരാണ് ധ്യാനം കൂടി വെച്ചെങ്കിൽ ഉടമ്പടി ലക്ഷണം മാറിപ്പോയനോ എന്ന്. ഞാൻ എപ്പോഴും ഓർക്കും, ദൈവമേ 10 സായിപ്പ്, അങ്ങനെ അച്ഛൻ പറഞ്ഞതാണ് എന്നോട്, ദൈവമേ 10 സായിപ്പന്മാരെ വെള്ളക്കാരാണ് ഈ ധ്യാനം കൂടിയിരുന്നെങ്കിൽ, വെള്ളക്കാർ കൂടത്തില്ല, പക്ഷെ കൂടിപ്പോയാൽ പിന്നെ അതിൽ നിന്ന് മാറത്തില്ല ഇവർ. അതാ വിഷയം. അതാ അങ്ങനെ പറയണത്. 10 വെള്ളക്കാരാണ് ഈ ധ്യാനം കൂടിയിരുന്നെങ്കിൽ ഇപ്പം വിവരം പറഞ്ഞേനോ. എന്താ കാര്യം? ഉടമ്പടി പെർഫെക്റ്റ് ഫോർമുലയാണ്. ഉടമ്പടി പക്ക ബിബ്ലിക്കലാണ്. ഉടമ്പടിയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാതാവിൻ്റെ മധ്യസ്ഥം, കൗദാശിക ജീവിതവും, സുവിശേഷ സാക്ഷ്യവും, ഉപവി പ്രവർത്തനങ്ങളും, നിത്യത വരെയുള്ള എല്ലാ ആഹാരങ്ങളും കോമ്പാക്റ്റാണിത്. അപ്പോൾ ഈ ഇത്രയും നല്ല ഒരു ദൈവികമായ പദ്ധതി ആണ് ഈ മലയാളികളെ കൂടുന്നത്. മലയാളികൾക്കുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, മലയാളി നമ്മളെ തന്നെ നിങ്ങൾ അഭിമാനത്തോടെ പറയണ്ട, നമ്മളൊരു പകുതി ഫ്രോഡ് പാർട്ടിയാണ്. പക്ക കള്ളത്തരം കയ്യിലുള്ള ആൾക്കാരാണ്. എന്ന് വെച്ചാൽ തൽക്കാലത്തേക്ക് കാര്യം കാണുന്നവരെ തൽക്കാലമൊക്കെ ഒന്ന് പിടച്ചതിലേക്ക് അവിടെ നിൽക്കും. കാര്യം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ സ്കൂട്ടാവും. കൃപാസനത്തിൽ പോണതല്ല, ദൈവത്തിൽ നിന്ന് ഈ ആൾക്കാർ പതുക്കെ പോകും. ദൈവത്തിൽ നിന്ന് അത് ഫ്രോഡാണ് ശരിക്കും. എന്താ കൂടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാപഠ്യം ഉള്ളത് കാരണം ഈ ആൾ കാല് കുത്തുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം കാപഠ്യമാണ് കയ്യിലിരിക്കുന്നത്, ചുമ്മാ കാര്യം കാണാൻ വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്. കുറച്ച് കഴിയുമ്പോൾ ഇയാളെ പൊടി പോലും കാണത്തില്ലത്. അതുപോലെ തന്നെ ആ ചേടത്തിക്ക് സംഭവിച്ചു. ഞാൻ ചേടത്തിയെ കൈയോടെ പിടിച്ചതാണ്. ഞാൻ പറഞ്ഞ്, നിങ്ങളുടെ മകള് കെട്ടാതെ വീട്ടിൽ നിൽക്കരുന്ന് ഇല്ലേ, നിങ്ങളത് എളിമയോടെ അന്ന് മനസ്സിലാക്കിയിട്ട് ദൈവം നിങ്ങൾ അനുഗ്രഹിച്ചപ്പോൾ നിങ്ങൾ നന്ദി പറയണം ദൈവത്തോട്. പറയാ അച്ഛാന്ന് പറഞ്ഞ് ഒരു പാളിപ്പോയി അവിടുന്ന്. അവർ പറഞ്ഞില്ല. പിന്നെ ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവർ പഴയതുപോലെ തന്നെ, പണ്ട് ഇവർ വന്ന ആൾക്കാരുണ്ടല്ലോ, ഇവർ വന്നത് ആദ്യം കെട്ടാതെ നടന്ന കാലത്ത് ഇവർ വന്നത് അപ്പനും അമ്മയും ഈ മകളും പരിവാര സഹിതമാണ് നിലവിളിക്കാൻ വേണ്ടി വന്നത്. അവർ നിലവിട്ട് കാര്യം കണ്ടുപോയിട്ട് പിന്നെ സാക്ഷ്യം പറയാനോ ദൈവത്തോട് നന്ദി പറയാനോ ഇവർ വന്നില്ല. എന്നെക്കൊണ്ടും ദൈവം ഇവർ നേരത്തെ കാണിച്ച്, ഞാൻ നേരത്തെ ഇവരോട് നേരിട്ട് പറഞ്ഞിട്ട് പോലും അവരവിടുന്ന് കൂട്ടായി. അപ്പോൾ ഇവരുടെ പറ്റിപ്പാണെന്ന് ദൈവത്തിനും അറിയാം. പക്ഷെ എന്ത് ചെയ്യും, നിങ്ങൾ ഇങ്ങനെ ഞാൻ എപ്പോഴും നിങ്ങൾ പറയാം, എന്താണ് ഓന്തോടിയ വെയിൽ വരെ, അത്രേ ഓടാൻ പറ്റത്തുള്ളൂ. തൽക്കാലം കാര്യം കണ്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട് സ്കൂട്ടാകാമെന്ന് വിചാരിച്ചാൽ ഓടാൻ പറ്റത്തില്ല നമുക്ക്. പിന്നെ ഇവർ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ ഫാമിലി മൊത്തമായിട്ട് കണ്ണീരും കയ്യുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? ആ ചെറുക്കനെ കാണാനില്ലെന്ന്. ചെറുക്കനെ ഇന്നുവരെ കണ്ടിട്ടില്ല. അവൻ എവിടെ പോയെന്നറിയാൻ പറഞ്ഞില്ല. ആരോ പറഞ്ഞ് അവൻ എവിടെയോ ഇറങ്ങിയിട്ട് ആരാണ്ടിൻ്റെ കൂടെ പോയെന്ന്. എനിക്ക് പോട്ടെ, ഇതാണ് വിഷയം. ഇതുപോലെ അതായത് ദൈവത്തിന് ഏറ്റുപറയാൻ ചില ആൾക്കാർക്ക് കുറച്ചിലാണ്. കാര്യം കാണാൻ അവർക്ക് ഭയങ്കര താല്പര്യമാണ്. അവർ നിലവിളിച്ച കന്നും കാലയൊക്കെ കരഞ്ഞു കൂവി അവർ കാര്യം കാണും. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എന്തിനാ അവർ പറയണത്? അത് പോരായ്മയാണെന്നാ പറയണത്. അതാണ് ആ ബൈബിളിൽ ആ വാക്കുണ്ട്. ചില ആൾക്കാർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പോരായ്മയായിട്ട് കരുതുന്നു.
ആ വചനം എടുത്ത് എപ്പോഴും നമ്മൾ പറയണ വചനമാണത്. റോമ 1:28. റോമ 1:28. ദൈവത്തെ അംഗീകരിക്കുന്നത് ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വികാരത്തിനും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. ജോസഫിനെ വിട്ടുകൊടുത്തല്ലത്, സെൻട്രൽ ഗവൺമെന്റിന് ചെയ്തിരിക്കുന്ന പരിപാടിയാണ്. അതിന് ജാമ്യം കിട്ടത്തില്ല. ഇനി സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നതാ. അധമ വികാരങ്ങൾക്ക് അനുചിത പ്രവർത്തികൾക്ക് ദൈവം അവരെ വിട്ടുകൊടുത്തെന്ന്. ഈ നിത്യതയെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്തവരാണ് ദൈവത്തെ മഹത്വപ്പെടുത്താതെ നടക്കുന്നത്. അവരവരുടെ ജഡികമായിട്ടുള്ള കുടുംബത്തിൻ്റെ നിലനിൽപ്പൊക്കെ നോക്കും. അല്ലെങ്കിൽ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ അവിടെ പോയി സാക്ഷ്യം പറഞ്ഞ ഇതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്കത് കേടാണ് എന്ന് ആരെങ്കിലും ജഡിക സന്തതി ലോകസന്തതി പറഞ്ഞാൽ അവരെ പേടിച്ച്, ദൈവത്തെ പേടിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും കൂട്ടക്കാരെയും തറവാട്ടുകാരെയും പേടിക്കും. കാര്യം തറവാട്ടുകാർ പറയണത് അവർ ഏതോ ഒരു വലിയ പുള്ളികളാണ് പൂർവികർ. അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം രക്തത്തോട് രക്തം ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ മഹിമ പറഞ്ഞിട്ട് ഇവരെ ഒരു പരുവാക്കി. ചില കുടുംബം കണ്ടിട്ടില്ലേ, നിങ്ങളുണ്ടല്ലേ? പല കുടുംബങ്ങളും നോക്കിയാൽ മനസ്സിലാകും. തകർന്ന് തരിപ്പണമായി നാമാവിശേഷമായി ജീവിക്കാനും പൊറുക്കാനും ആരുമില്ലാതെ പട്ടിയും കയറി കിടക്കുന്ന കുടുംബങ്ങൾ കണ്ടിട്ടില്ലേ? ഇവരെല്ലാം ഭയങ്കര തറവാട്ട് മഹിമ തലമുറകൾ തോറും പറഞ്ഞു കയറ്റി ദൈവത്തെക്കാൾ വലിയ ആഠ്യത്വം പറഞ്ഞ് വിളമ്പിയ പാരമ്പര്യക്കാരാണ്. പല പാരമ്പര്യക്കാരും ഇങ്ങനെ നിലം പരിശായി കിടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ കേരളത്തിൽ? അപ്പോഴെപ്പോഴും നമ്മൾ ഓർക്കേണ്ട വിഷയം ഇതാണ്, ദൈവത്തെ മറന്ന് ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത്. ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത മറക്കണ പോലെ ഒരു കാര്യവും നിങ്ങൾ കുടുംബമോ മഹിമയോ പാരമ്പര്യമോ അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും നിങ്ങളുടെ ഓഫീസിൽ എന്ത് വിചാരിക്കും നിങ്ങളുടെ ബന്ധുക്കൾ എന്ത് വിചാരിക്കും ക്ലബ്ബുകാരെന്ത് വിചാരിക്കും നിങ്ങളെ കുറച്ച് കാണിക്കുമോ നിങ്ങളെ കുറച്ച് എഴുതി തള്ളുവോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിങ്ങളെ പലരും ദൈവത്തെ ഏറ്റുപറയാത്തത്. പക്ഷെ ചില ആൾക്കാർ അതിൻ്റെ അപ്പുറത്ത് ദൈവത്തെ ഏറ്റുപറയണ കാണാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സാക്ഷ്യങ്ങൾ എനിക്ക് പുതിയ തലമുറയെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പോൾ സഞ്ജു സാംസൺ ക്രിക്കറ്റിലെ, അതുപോലെ തന്നെ ശ്രീജ IFS, അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് കിട്ടിയ ആ ഒരു അനുഗ്രഹത്തിന് അവർ ദൈവത്തെ ഇങ്ങനെ ഏറ്റുപറയണ കേൾക്കാൻ എന്ത് രസമാണ്. അപ്പോൾ പുതിയ തലമുറ കുറച്ച് ബോധം വെച്ചിട്ട് അവർ കൃത്യമായി വിശ്വാസത്തിലേക്ക് വരിക മാത്രമല്ല വിശ്വാസം ഏറ്റു പറയുന്നുണ്ട്. ഇപ്പോൾ ലോകോത്തരവുമായ ദേശീയ വിജയം കൈവരിക്കുമ്പോഴും അതിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്ത് സംസാരിക്കാൻ വേണ്ടി മാത്രം പുതിയ തലമുറ നട്ടലുള്ള തലമുറയാണ് വരണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന നന്ദി ദൈവമേ മഹത്വം ഇവരുടെ മുമ്പിൽ ഏറ്റുപറയാനുള്ള എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ നിന്നെ മുൻപിൽ ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് റോഹിത് തമ്പാൻ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് നിന്നാണ് വരുന്നത്. ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. ഞാൻ 5/8/2023 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആദ്യമേ തന്നെ കൃപാസന അമ്മയ്ക്കും തിരുവുമാരനും കോടാനുകോടി നന്ദി. ഞാൻ 5/8/2023 ഉടമ്പടി എടുക്കുമ്പോൾ
എനിക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ദുബൈയിലേക്ക് പോകാൻ എറണാകുളം ഏജൻസിയിലേക്ക് കൊടുത്തേക്കുമായിരുന്നു. അത് ഒന്നും ശരിയാകാതെ 1 വർഷമായിട്ട് ശരിയാകാതെ കിടക്കുകയായിരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് തന്നെ എനിക്ക് സാമ്പത്തികം കൊടുത്തു തീർക്കാൻ പറ്റി. അതുപോലെ തന്നെ എന്നെ ഏജൻസിയിൽ നിന്ന് വിളിക്കുകയും ചെയ്ത് ആ കമ്പനിയിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് അങ്ങനെ എന്നോട് ഏജൻസി ചെല്ലാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ വീണ്ടും ഞാൻ ഏജൻസി ചെന്ന് അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ മെഡിക്കൽ എടുക്കുകയും എൻ്റെ പാസ്പോർട്ട് വാങ്ങി വെക്കുകയും ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ചു പോന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഇതിനെക്കുറിച്ച് പിന്നൊന്നും അവരൊന്നും വിളിക്കാതെയായി. അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി അങ്ങനെ ഇവിടുന്ന് പുതുക്കി വീട്ടിൽ ചെന്ന ഉടനെ അപ്പോൾ എനിക്ക് എമിഗ്രേഷൻ ക്ലിയറൻസിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ പറഞ്ഞ് കുറച്ച് ലേറ്റാകുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്നന്ന് വൈകിട്ട് തന്നെ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ് എമിഗ്രേഷൻ ക്ലിയറൻസ് റെഡി ആയിട്ടുണ്ട്, നിങ്ങളുടെ ഇന്ന ദിവസത്തേക്കാണ് ടിക്കറ്റ് എന്ന് എന്നോട് പറയുകയും ചെയ്ത് അങ്ങനെ എനിക്ക് അമ്മ വഴി കൃപാസന അമ്മ വഴി എനിക്ക് ദുബൈയിലേക്ക് പോകാനുള്ള ആ ചാൻസ് അമ്മയ്ക്ക് കോടാനുകോടി നന്ദി. അങ്ങനെ ഞാൻ ദുബൈയിലേക്ക് പോയി. അങ്ങനെ സാക്ഷ്യം പറഞ്ഞിട്ട് പോകാമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റില്ല. അമ്മയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആർക്ക് വെൽഡിങ്ങിൻ്റെ ട്രേഡാണ് എനിക്ക്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പഠിച്ച ട്രേഡല്ല അവിടെ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പഠിച്ച ട്രേഡല്ല. അപ്പോൾ ഞാൻ അവിടെ ഓഫീസിൽ കയറി ഞാൻ പറഞ്ഞു, സാറേ എന്നാണ് ഞാൻ ഈ ട്രേഡിലല്ല ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മിഗ് വെൽഡിങ്ങിൻ്റെ വേക്കൻസിയാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞ് തിരിച്ച് കയറി പൊക്കോളാൻ എന്നോട് പറഞ്ഞു. അങ്ങനെ നമ്മളിവിടുന്ന് കടമൊക്കെ എടുത്താണ് അവിടോട്ട് പോയത്. അപ്പം അങ്ങനെ തിരിച്ച് കയറി വരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. പലിശയ്ക്ക് പൈസയൊക്കെ മേടിച്ച് അങ്ങനെ ഏജൻസി കൊടുത്തൊക്കെയാണ് ഞാൻ അങ്ങനെ ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ എന്നാലും എനിക്കറിയത്തില്ല. എന്നാലും അവിടെ ഒരാഴ്ചത്തെ കോഴ്സിന് ഞാൻ അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഞാൻ ആ മിഗ് വെൽഡിങ് ഗ്യാസ് വെൽഡിങ് ആണ്. അങ്ങനെ ഞാൻ ആ ഗ്യാസ് വെൽഡിങ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ തന്നെ എനിക്ക് തലയ്ക്കകത്ത് ഭയങ്കര വേദന ഉണ്ടാവുക. അതെനിക്ക് നേരത്തെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞാണ് അത് മറ്റേ ഗ്യാസ് വെൽഡിങ് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നെ വെൽഡിങ്ങെ ഉപേക്ഷിക്കണമെന്ന് എന്നോട് പറഞ്ഞാണ്. അങ്ങനെ ഞാൻ പിന്നെയും ഏതായാലും അവിടെ ചെന്നല്ല തിരിച്ചെങ്ങനെ വരും എന്നുള്ള ഒരു ഇതിൽ തിരിച്ച് വന്നാൽ ഒരുപാട് പൈസ കടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും ആ ഒരാഴ്ചത്തെ കോഴ്സിനെ അറ്റൻഡ് ചെയ്ത് ഞാൻ ആ മിഗ് വെൽഡിങ് തന്നെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം എടുക്കുകയും 2 കണ്ണിൽ നിന്നും ഭയങ്കരമായിട്ട് വെള്ളം എടുക്കുക. അത് തന്നെ തലയ്ക്കകത്ത് ഭയങ്കര വേദന. അങ്ങനെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. സ്ഥിരമായിട്ട് മിക്കവാറും ഞാനങ്ങ് ലീവാകുന്ന ഒരു സാഹചര്യം വന്നു. അങ്ങനെ എന്നെ കമ്പനിയുടെ ഓഫീസിൽ വിളിച്ച് താങ്കൾ എന്താണ് ഇത്ര ലീവ് എടുക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ പഠിച്ച വെൽഡിങ് അല്ലത്, എനിക്കിത് പറ്റുന്നില്ല, ഞാനിത് നേരത്തെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു ആക്സിഡൻ്റ് ഫലമായിട്ട് ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞതാണ് എനിക്ക് ഈ വെൽഡിങ് ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞതാണ്. അന്ന് ഞാൻ ആ ഓഫീസിൽ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, വേറെ ഇവിടെ ഒരു സൈറ്റുണ്ട്, അവിടേക്ക് നിങ്ങളെ മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് മാറ്റിയപ്പോഴും അവിടെ ഞാൻ പഠിച്ച വെൽഡിങ് ഉണ്ട്, പക്ഷേ അവിടെ കൂടുതലാണ്, അവിടെ കൂടുതൽ ഫില്ലായി. പിന്നെ എനിക്ക് അവിടെ കോൺക്രീറ്റിൻ്റെ കമ്പി കെട്ടുന്നതൊക്കെ ആ വർക്കിലേക്ക് എന്നെ മാറ്റി. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു ദിവസം വീണ്ടും എന്നെ HR അങ്ങനെ ഞാൻ കൃപാസന അമ്മയെ വിളിച്ച് റൂമിൽ വരുമ്പോൾ കൃപാസന അമ്മയെ വിളിച്ച്, അമ്മ ഞാൻ പഠിച്ച വർക്കല്ലല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യും, ഞാൻ വന്നു പോയി ഒരുപാട് പൈസ കടമുണ്ടല്ലോ, ഞാൻ തിരിച്ച് കയറി പോകാനും പറ്റത്തില്ല, എന്ത് ചെയ്യുമെന്ന് ഞാൻ അമ്മയെ വിളിച്ച് ഡെയിലി പ്രാർത്ഥിക്കുക, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് രാവിലെ തന്നെ ഞാൻ വെളുപ്പിന് 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഞാൻ തിരികെ ക്യാമ്പായതുകൊണ്ട് റൂമിൽ തിരികെ എത്തിക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും നമ്മൾ ഇവിടുത്തെ ബുക്ക് നോക്കി ഞാൻ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഈ സായന പ്രാർത്ഥനയെ ഞാൻ ബുക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുക, അമ്മയെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുക, അമ്മ എന്ത് ചെയ്യുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു ദിവസം സൈറ്റിൽ വെച്ച് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾ പറഞ്ഞ് എന്നെ ഓഫീസിലേക്ക് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ HR മാനേജർ മേഡമാണ്. ആ മേഡം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റോഹിത്തം പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇയാൾ ഇവിടെ നിൽക്കേണ്ട, ഞങ്ങളുടെ അബുദാബിയിൽ ഒരു സൈറ്റുണ്ട്, ആ സൈറ്റിലോട്ട് ഇയാളെ മാറ്റുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മേഡം ശരി എന്നാൽ കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് പോയേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു താങ്കൾ പഠിച്ച വർക്ക് അവിടെ ഉണ്ട്, ഇയാൾ അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു രാത്രി തന്നെ
എന്നെ നേരെ അങ്ങോട്ട് തന്നെ ആ സൈഡിലോട്ട് തന്നെ മാറ്റി. അവിടെ നിന്ന് കുറച്ച് ദൂരം അബുദാബിയിലോട്ട് ദൂരം അങ്ങനെ എന്നെ അങ്ങോട്ട് മാറ്റി. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ എൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ മിഷൻ ഓപ്പറേറ്റിംഗ് മാതാവിൻ്റെ കൃപയാൽ എനിക്ക് പഠിക്കാനും പറ്റി. അങ്ങനെ ഇത് ബിൽഡിങ്ങും മിഷൻ ഓപ്പറേറ്റിങ്ങും എല്ലാം വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇവിടുത്തേനെക്കാട്ടിൽ സാലറി എനിക്ക് കൂട്ടി കിട്ടുകയും ചെയ്ത്. അങ്ങനെ ഞാൻ ആദ്യം ദുബായ് വർക്ക് ചെയ്ത് അത്ര സാലറി എനിക്കില്ലായിരുന്നു. അപ്പോൾ കൃപാസന അമ്മയുടെ അനുഗ്രഹത്തോടാണ് അബുദാബി ചെന്നപ്പോഴത്തേക്ക് എനിക്ക് സാലറി അത്യാവശ്യം നല്ല സാലറി എനിക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു സ്റ്റോറിൽ ഇൻചാർജ് മലയാളിയാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, റോയ് ഇയാൾക്ക് സ്റ്റോറിൽ ഇപ്പോൾ ഒരാൾ വേക്കൻസി ഉണ്ട്, ഇയാൾക്ക് കയറാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അബുദാബി ചെന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാം, എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, മുടങ്ങാതെ ഞാൻ കൃപാസന ഞാൻ പ്രാർത്ഥിക്കുക, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കുകയും സാധന പ്രാർത്ഥന എല്ലാം ഞാൻ കൂടുകയും ചെയ്തു. കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ ഈ സാറിനോട് ചോദിച്ചു, റോയ്ക്ക് സ്റ്റോറിൻ്റെ സ്റ്റോർ കീപ്പർ എന്നോട് ചോദിച്ച്, റോയ് അസിസ്റ്റൻ്റായിട്ട് കയറാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു. സ്റ്റോറി ഞാൻ പറഞ്ഞ് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇയാൾ കണ്ണിന് പ്രശ്നമല്ലേ, ബിൽഡിങ് ചെയ്യേണ്ട, ഇയാൾ സ്റ്റോറിലോട്ട് കയറിക്കോളാൻ പറഞ്ഞു, കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞെങ്കിലും 1-2 ആഴ്ചയായിട്ട് ഇതൊന്നും നടക്കുന്നില്ല. അങ്ങനെ വീണ്ടും ഞാൻ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം പൂശി എൻ്റെ നെറ്റിയിൽ പൂശി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഈ സ്റ്റോർ ഇൻചാർജിൻ്റെ റൂമിൽ ചെന്ന് ഞാൻ ഉപ്പ് ഞാൻ കൊണ്ടുപോയായിരുന്നു പോയ സമയത്ത്. അങ്ങനെ ഞാനിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് 2 ആഴ്ച തികയുന്നതിന് മുമ്പ് തന്നെ എന്നെ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു, ഇയാളൊരു കാര്യം ചെയ്യുക, അസിസ്റ്റൻ്റ് സ്റ്റോർ കീപ്പറായിട്ട് കയറിക്കോളാൻ പറഞ്ഞു. അത് അമ്മയ്ക്കും തിരുവുമാനും കോടാനുകോടി നന്ദി. അങ്ങനെ ഞാനിപ്പം അസിസ്റ്റൻ്റ് സ്റ്റോർ കീപ്പറായിട്ട് അബുദാബിയിൽ വർക്ക് ചെയ്യുന്ന, ബിൽഡിങ്ങിൻ്റെ പണിയെല്ലാം വിട്ട് ഇപ്പോൾ 2 കൊല്ലം. അപ്പം ഞാൻ ആദ്യം ദുബായിൽ നിൽക്കുമ്പം അങ്ങനെ അധികം ഞാൻ ഡ്യൂട്ടിക്ക് പോകത്തേ ഇല്ല, എനിക്ക് കണ്ണിന് പ്രശ്നമായിട്ട് ലീവായിരുന്നു കൂടുതലും. അബുദാബി ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് വരെ ഞാൻ സ്റ്റോറിൽ വർക്ക്, ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ അമ്മ എന്നെ സൈറ്റിൽ വിട്ട് അമ്മയ്ക്ക് തിരുവുമാനും കോടാനുകോടി. അതുപോലെ തന്നെ ദുബായ് കിട്ടുന്നതിനെക്കാട്ടിലും എനിക്ക് കുറച്ച് പൈസ കൂടുതൽ അമ്മ കൂട്ടി തരികയും ചെയ്ത്, കമ്പനി കൂട്ടി അമ്മയ്ക്ക് തിരുവുമാനും കോടാനുകോടി നന്ദി. അതുപോലെ തന്നെ ഞാൻ വരുന്ന സമയത്ത് എൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ തിരിച്ചു പോകാൻ വേണ്ടിയുള്ള മെഡിക്കൽ എടുത്ത് എമിറേറ്റ്സ് ഐഡിയൊക്കെ ക്ലിയർ ചെയ്തിട്ട് എടുത്തു. അതിന് കുറച്ച് ലേറ്റായിരുന്നു. അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എമിറേറ്റ്സ് ഐഡി എല്ലാം ക്ലിയറായിട്ട് കിട്ടുകയും ചെയ്തു. പിന്നെ സ്റ്റോറിൽ നിന്ന സമയത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നെ മാറ്റാൻ വേണ്ടി പല പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചായിരുന്നു. നമ്മുടെ കാരണമല്ലാതെ തന്നെ എന്നെ കംപ്ലൈൻറ്റുകളൊക്കെ വന്നായിരുന്നു. പക്ഷേ കൃപാസന അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കും. സമയം കിട്ടുമ്പോഴെല്ലാം സാക്ഷ്യങ്ങൾ കേൾക്കും. സ്റ്റോറിൽ സാധനം എടുക്കാൻ വർക്കർമാർ വരാത്ത സമയത്തെല്ലാം ഞാൻ മൊബൈൽ ഓണാക്കി വെച്ച് ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതാണ്. കൂടുതൽ എൻ്റെ ടൈമിൽ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട്, അങ്ങനെ പള്ളിയുടെ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകാൻ പറ്റത്തില്ല, അവിടെ ലീവില്ല, ഞായറാഴ്ച ലീവില്ല, ഒരു ദിവസം പോലും 2 കൊല്ലത്തിൽ അങ്ങനെ ലീവേ ഇല്ല. പിന്നെങ്ങാണ് കമ്പനി ലീവ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ആ സമയത്തൊക്കെ ഞായറാഴ്ചയാണെങ്കിൽ ഞാൻ അവിടെ പള്ളിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, അവരെ കോൺടാക്ട് ചെയ്ത് ഞാൻ പള്ളിയിൽ പോകും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പത്രം ഞാൻ കൊണ്ടുപോയിരുന്നു, ഇവിടുത്തെ കൃപാസന പത്രം ഞാൻ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയ സമയത്ത് തന്നെ ഫ്ലൈറ്റേ വെച്ച് തന്നെ എൻ്റെ കൂടെ ഇരുന്നവർക്ക് തന്നെ പത്രം ഞാൻ വിതരണം ചെയ്ത്, എൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് പേർക്ക് ഞാൻ പത്രം കൊടുത്തു, അപ്പുറത്തെ സീറ്റിലൊക്കെ ഉള്ളവർക്കൊക്കെ പത്രം വിതരണം ചെയ്തു. അതുപോലെ തന്നെ റൂമിൽ ചെന്ന് ആന്ധ്രക്കാരൊക്കെ ആയിരുന്നു, ആന്ധ്രക്കാരോടൊക്കെ ഞാൻ ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഞാൻ ഹിന്ദി തന്നെ അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ഈ പത്രം കൊടുത്തു. അപ്പോൾ ഒരു ആന്ധ്രക്കാരൻ പറഞ്ഞ് പത്രം കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു ശരീരത്തിനൊക്കെ അവനൊരു അസുഖം എന്തോ ഉണ്ടായിരുന്നു, ഒരു ഭയങ്കര മാറ്റം ഉണ്ടെന്നൊക്കെ അവൻ എന്നോട് പറഞ്ഞ്. അങ്ങനെ ഹിന്ദിക്കാരോട് ഞാൻ അബുദാബി സൈറ്റിൽ ചെന്ന് ഹിന്ദിക്കാരോട് ഞാൻ പറഞ്ഞു, ഇന്ന ജാതിക്കാരൊന്നും ഇല്ല, മുസ്ലിങ്ങളോ അങ്ങനെ ഇങ്ങനൊന്നുമില്ല, എല്ലാവരോടും ഞാൻ പറഞ്ഞു കൃപാസനത്തെക്കുറിച്ച്, എല്ലാവരും സ്റ്റോറി വരുന്നവരോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. അങ്ങനെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഉടമ്പടി തൈലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സെക്യൂരിറ്റി രാജസ്ഥാനിയാണ്, അവൻ ഇത് കണക്ക് വീണ് കാല് മുറിഞ്ഞ്. അപ്പോൾ എന്നോട് പറഞ്ഞ് വേദന എടുക്കും, ഭയങ്കര വേദനയാണ്. ഞാനിങ്ങനെ സ്റ്റോറിൽ അവൻ വന്ന കൂട്ടത്തിൽ ഒരു ഫയലെടുക്കാൻ വന്ന കൂട്ടത്തിൽ പറഞ്ഞ് ഇങ്ങനെ ഞൊണ്ടി നടന്നു. അപ്പം ഞാൻ ഉടമ്പടി തൈലം വൈകിട്ട് റൂമിൽ ചെന്ന് ഉടമ്പടി തൈലം അവന് തേച്ച് പ്രാർത്ഥിച്ചു. അവൻ പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, റോയ് നീ പുരട്ടി തന്ന ഉടമ്പടി തൈലം തേച്ച കാരണം ഭയങ്കര വേദനയ്ക്ക് ഒരുപാട് മാറ്റമുണ്ട്, മറ്റേ എനിക്ക് കാല്
തറ കുത്താൻ പറ്റത്തില്ല, അന്ന് നീരായിരുന്നെന്ന് പറഞ്ഞു. രാജസ്ഥാനിയാണ്. അപ്പോൾ അവനും ഭയങ്കര വിശ്വാസമായി, ഇതിനെക്കുറിച്ച് അവനും ഭയങ്കര വിശ്വാസമായി. അങ്ങനെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ കിട്ടുന്ന സമയത്തെല്ലാം കൃപാസന അമ്മയെക്കുറിച്ച് ഞാൻ പറയും. ആരോടാണേലും ഞാൻ പറയും, എനിക്കങ്ങനെ ചമ്മലൊന്നുമില്ല, എല്ലാവരോടും ഞാൻ പറയും. അതുപോലെ തന്നെ സൈറ്റിൽ വെച്ച് ഇതൊക്കെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ കൊടുക്കും, തിരിച്ച് മേടിക്കത്തില്ല പൈസ, ഞാനത് കൊടുക്കും. പിന്നെ ആഹാരം മേടിച്ച് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം എന്തെങ്കിലും വന്നാൽ ഞാൻ ആൾക്കാർക്ക് ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പിന്നെ എന്നെക്കൊണ്ടാവുന്ന രീതി എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്യും. അതുപോലെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് മദ്യപിക്കുന്ന ഒരാളായിരുന്നു. നേരത്തെയൊക്കെ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ മദ്യപിച്ചിട്ടൊക്കെ 6 മാസം കഴിയുമ്പോൾ തിരിച്ചു പോരുമായിരുന്നു. പിന്നെ ഞാൻ ഹാൻഡ്സ് വെക്കുമായിരുന്നു. അങ്ങനെ സിഗരറ്റ് വലി, ബീഡി വലി എല്ലാം ഉണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് കൃപാസന അമ്മ പൂർണ്ണമായിട്ട് എനിക്ക് ആ ഒരു ദുശീലങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് വിടുതൽ തന്നു. എനിക്കിപ്പോൾ അതൊക്കെ കാണുന്നത് തന്നെയല്ല. ഇപ്പോൾ 3-4 വർഷത്തിനൊക്കെ മുകളിലായി ഇപ്പം ഞാൻ ഈ സംഗതികളൊന്നും ഞാൻ ഉപയോഗിക്കുന്നു. ഒരുപാട് വർഷം ഇപ്പം ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നേ ഇല്ല. ഇപ്പോൾ കാണുമ്പം തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യം. മറ്റേത് മദ്യമൊക്കെ നല്ലപോലെ ഞാൻ കഴിക്കുന്ന ആളായിരുന്നു, ഷെയറിട്ടൊക്കെ കുടിക്കുന്ന ആളായിരുന്നു. എല്ലാം കൃപാസന അമ്മയ്ക്ക് തിരുവുമാനം കോടാനുകോടി നന്ദി. എൻ്റെ പേര് നിതിൻ ജിൻസൺ. ആദ്യമായി കൃപാസന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് നിതിൻ ജിൻസൺ. ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി സെൻറ്റ് മേരീസ് ഫൊറോണ ചർച്ച് എന്നാണ്. ഞാനൊരു CA ഫൈനൽ വിദ്യാർത്ഥിയാണ്. ഞാൻ ആദ്യമായിട്ട് CA ഫൈനൽ എഴുതുന്നത് സെപ്റ്റംബർ 2025 ആ അറ്റംപ്റ്റിൽ ഞാൻ ഗ്രൂപ്പ് 1 ആണ് എഴുതിയത്. CAക്ക് ശരിക്കും 2 ഗ്രൂപ്പുകളാണുള്ളത്, ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം. ആ അറ്റംപ്റ്റ് ഞാൻ ഗ്രൂപ്പ് 1 എഴുതി. ആ അറ്റംപ്റ്റ് എനിക്ക് പാസ്സാവാൻ പറ്റിയില്ല. പിന്നെ അടുത്ത അറ്റംപ്റ്റ് വരുന്നത് ജനുവരി 2026. അപ്പോൾ ജനുവരി 26 ഞാൻ ഗ്രൂപ്പ് 1 ബുദ്ധിമുട്ടായതുകൊണ്ട് ഗ്രൂപ്പ് 2 ആണ് എഴുതിയത്. അപ്പോൾ ആ ഗ്രൂപ്പ് 2 എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പ് പപ്പയും അമ്മയും എന്നെ കാണാൻ വന്നു. ഞാനൊരു സ്റ്റഡി സെൻറ്ററിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം പപ്പയും അമ്മയും അവിടെ എന്നെ കാണാൻ വന്നു. ആ സമയത്ത് പപ്പ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾ മുമ്പ്. ആ ഉടമ്പടിയുടെ കാശുരൂപവും ഉപ്പും എനിക്ക് കൊണ്ടു തന്നു. ആ സമയത്ത് അവർ പ്രാർത്ഥിച്ച സമയത്ത് കുരിശും കാശുരൂപം വെച്ച് പഠിച്ച സമയത്ത് അമ്മയ്ക്ക് ഒരു സുഗത്തിൻ്റെ അഭിഷേകം. അപ്പം മുതൽ എനിക്ക് മനസ്സിലായി അത് കൃപാസനത്തിലേക്ക് എന്നെ കൊണ്ടുവരാനുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നെന്ന്. പിന്നെ ഞാൻ ജനുവരി 2026 എക്സാം എഴുതി. അപ്പം മൊത്തം 3 വിഷയങ്ങളാണ് ആ ഗ്രൂപ്പിലുള്ളത്. ആദ്യത്തെ 2 വിഷയങ്ങളും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ മൂന്നാമത്തെ വിഷയം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ജയിക്കാൻ 40 മാർക്കാണ് വേണ്ടത്. അപ്പം ഞാൻ പരീക്ഷ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആൻസർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് 30 മാർക്ക് പോലും കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് ചെന്നു. അപ്പം വീടിനടുത്തുള്ളൊരു ചേച്ചി അമ്മയോട് പറഞ്ഞു, എങ്ങനെയുണ്ടെന്ന് പരീക്ഷ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ബുദ്ധിമുട്ടായിരുന്നെന്ന്. അപ്പം ആ ആൻറ്റി പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പപ്പയും പറഞ്ഞു ഉടമ്പടി പോയി എടുക്കുക, എന്തായാലും ജയിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ചിന്തിച്ചു, കാരണം ഞാൻ CA ഫൗണ്ടേഷൻ പാസ്സായതും മാതാവിന് മധ്യസ്ഥയില്ല. കാരണം ഞാൻ 2019 നവംബറിലാണ് ഫൗണ്ടേഷൻ പാസ്സാവുന്നത്. ആ സമയത്ത് ഞാൻ പപ്പ ഉടമ്പടി എടുക്കുകയും ഞാൻ ലൈറ്റ് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഇടുകയും ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ആ ഗ്രൂപ്പ് 1 ഫൗണ്ടേഷൻ പാസ്സായി. പിന്നെ CA ഇൻ്റർമീഡിയറ്റ് ഗ്രൂപ്പ് 1 പാസ്സായതും കൊറോണ കാലത്താണ്, നവംബർ 2020. അന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ടാണ് അന്ന് എനിക്ക് പാസ്സാവാൻ പറ്റിയത്. പിന്നെ ഞാൻ CA ഇൻ്ററിൻ്റെ ഗ്രൂപ്പ് 2 പാസ്സായത് 4 അറ്റംപ്റ്റ് ശേഷമാണ്. 4 അറ്റംപ്റ്റും തോറ്റു. 5ാമത്തെ അറ്റംപ്റ്റിൽ പപ്പ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും ഞാൻ ആ കാശുരൂപവും പിന്നെ ഉപ്പും കൊണ്ട് വിതറുകയും കാശുരൂപം കൈ പിടിച്ചുകൊണ്ടാണ് പരീക്ഷ ചെയ്തത്. ആ പരീക്ഷ എനിക്ക് നല്ല വിജയം ജയിച്ചു. അപ്പോൾ എനിക്ക് ഉറപ്പായി ഈ CA ഫൈനലിൻ്റെ ഗ്രൂപ്പ് 2 എനിക്ക് മാതാവിനെ മധ്യസ്ഥയാൽ പാസ്സാകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ജനുവരി 27 2026 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിക്ക് ശേഷം ഞാൻ രാവിലെ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുകയും ആ സമയത്ത് ഞാൻ എൻ്റെ ഹാൾ ടിക്കറ്റിൽ ഉടമ്പടിയുടെ ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി ഇടുകയും ചെയ്തു. പിന്നെ ഞാൻ മിക്ക ദിവസങ്ങളിലും അടുത്താണ് മിക്ക ദിവസങ്ങളിൽ പള്ളിയിൽ പോകുമായിരുന്നു. പിന്നെ 15 ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കും. പിന്നെ സായന പ്രാർത്ഥനയിലെയും മിക്ക ദിവസങ്ങളിലും കൊന്തയും ചെല്ലാറുണ്ടായിരുന്നു.
അതിനുശേഷം മാർച്ച് 1-ാം തീയതിയാണ് എൻ്റെ റിസൾട്ട് വരുന്നത്, അത് കഴിഞ്ഞ ഞായറാഴ്ച. അപ്പം ഞാൻ റിസൾട്ട് ചെയ്തതിന് മുമ്പ് ഞാൻ ബൈബിൾ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ വചനം സങ്കീർത്തനം 139 എല്ലാം കാണുന്ന ദൈവം. അപ്പം ദൈവം എൻ്റെ എല്ലാം കാണുന്നത് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ റിസൾട്ട് തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് 30 മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ച് വിഷയത്തിന് എനിക്ക് കറക്റ്റായി 40 മാർക്ക് കിട്ടി. 40 മാർക്കാണ് പാസ്സാവുള്ളത്. അത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കാരണമാണ്. കാരണം ആ അറ്റംപ്റ്റിൽ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 9% മാത്രമാണ്. കാരണം 100 പേര് എഴുതിയാൽ 9 പേർക്ക് മാത്രമേ പാസ്സായിട്ടുള്ളൂ. ആ അറ്റംപ്റ്റിൽ എനിക്ക് പാസ്സാവാൻ പറ്റി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത്, ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ പത്രം പ്രാർത്ഥിച്ച ആൾക്കാർക്ക് കൊടുക്കുകയും എൻ്റെ കൂടെ CA ഫൈനലിന് പഠിക്കുന്ന ഇങ്ങനെ എന്നെ പോലെ ജയിക്കാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും, പിന്നെ അതിനകത്ത് 1-2 ആൾക്കാർ ഇവിടെ വന്ന് ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തിയുടെ ചെയ്തത് പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കുകയും പിന്നെ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസ ഞാൻ വൈകുന്നേരങ്ങൾ അവിടെ കാണുന്നവർക്കത് കൊടുക്കുകയും ചെയ്തു. ദൈവത്തിന് നന്ദി.